ഹായ്, ഞാൻ കുറേ നാളായി വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ എനിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഞങ്ങൾ രാവിലെ റൂമൊക്കെ പൂട്ടി ഇങ്ങനെ ഇറങ്ങി. ഇന്ന് സൺഡേ ആയിരുന്നു, ഹോളിഡേ ആയിരുന്നു. റൂമൊക്കെ പൂട്ടി ഇറങ്ങി നമ്മൾ ലേപാക്ഷി ടെമ്പിളിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവിടുത്തെ ഒരു ചായക്കടയിൽ നിന്ന് ചായയും വടയും കഴിച്ചു. നല്ല സൂപ്പർ ചായയും വടയായിരുന്നു. അതിനുശേഷം നമ്മൾ ഇതാണ് ടെമ്പിളിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. എൻട്രൻസ് കടന്ന് നമ്മൾ ടെമ്പിളിലേക്ക് പോവുകയാണ്. ആന്ധ്രാപ്രദേശിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിളാണ് കേട്ടോ ഈ ലേപാക്ഷി ടെമ്പിൾ എന്ന് പറയുന്നത്. മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്ന് തന്നെ ഞാൻ പറയും. അത്രയും മനോഹരമായ ഒരു പ്ലേസ് ആയിരുന്നു അത്. കാരണം ഒട്ടും നമുക്ക് ഒരു നഷ്ടമായ യാത്രയേ അല്ലായിരുന്നു. അത്രയും അടിപൊളി ഒരു സ്ഥലം, അത്രയും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെമ്പിളാണ്. ടെമ്പിൾ മാത്രമല്ല, ഇവിടെ ഒരുപാട് വലിയ ഈ കൊത്തുപണികൾ സംഭവങ്ങൾ, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഒരു 16th സെഞ്ച്വറിയിലാണ് കേട്ടോ ഈ ഒരു ടെമ്പിളിൻ്റെ പണി കഴിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇത് വിജയനഗര, നമ്മൾ ഹംപി വിജയനഗര ആ സ്റ്റൈലിലുള്ള കൊത്തുപണികളാണ് ഇവിടെ ഉള്ളത് ഫുള്ള്. അത്രയും മനോഹരമായിട്ട് നമ്മൾ സത്യത്തിൽ ഹംപി പോയൊരു ഫീല് തന്നെ ആയിരുന്നു. ഞാൻ സത്യത്തിൽ ഹംപി പോയിട്ടില്ല, പക്ഷേ ഹംപിയുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, വിജയനഗര സാമ്രാജ്യം പഠിച്ചിട്ടുണ്ട്. ഹംപി പോയൊരു ഫീല് തന്നെയായിരുന്നു എനിക്കിവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇത് വീരഭദ്രൻ എന്ന് പറയുന്ന ശിവൻ്റെ ഒരു മൂർത്തിയായ വീരഭദ്രനാണ് ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ. അതുകൂടാതെ ശിവലിംഗം, ഹനുമാലിംഗം, അങ്ങനെ ഭദ്രകാളി, അങ്ങനെ തുടങ്ങിയവരുടെ പ്രതിഷ്ഠകളും ഇവിടെ ഉണ്ട്. ഇവിടെ വഞ്ചിയോ അങ്ങനത്തെ സംഭവം ഒന്നുമില്ല. നമുക്ക് ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു അന്തരീക്ഷം. ഇവിടെ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നല്ല തണുപ്പാണ്, മനസ്സിനൊരു കുളിർമയാണ്, സുഖമാണ്. അത്രയും അടിപൊളി ഒരു ടെമ്പിളാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ അമ്പലത്തിൻ്റെ ഈ മുകൾ ഭാഗം എല്ലാം ആർട്ട് വർക്കാണ്, നല്ല രീതിയിലുള്ള ആർട്ട് വർക്കുകളുണ്ടായിരുന്നു. അതേപോലെ നല്ല മനോഹരമായൊരു ടെമ്പിളാണ് കേട്ടോ. നമ്മളിത് മസ്റ്റ് വിസിറ്റ് ചെയ്യണം. നിങ്ങൾ ആന്ധ്രാപ്രദേശിലോ ബംഗളൂരോ എങ്ങാനും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. ഒരിക്കലും ഒരിക്കലും ഈ ഒരു സ്ഥലം ഒഴിവാക്കി പോകരുത്. അത്രയും അടിപൊളി ഒരു പ്ലേസാണ്. ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്ന് മൊത്തത്തിൽ ഞങ്ങൾക്ക് 60 രൂപയാണ് ഇങ്ങോട്ട് വരാനായിട്ട് ഒരാൾക്ക് ചിലവായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 രൂപ ഹിന്ദുപൂരിൽ നിന്ന് 30 രൂപ അത്രയേ ഉള്ളായിരുന്നു. പക്ഷേ ഈ ഒരു വരവുണ്ടല്ലോ, ഇതൊട്ടും നഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അത്രയും മനോഹരമായൊരു കാഴ്ചയാണ് നമുക്കവിടെ ഒരുക്കി വെച്ചിരുന്നത്. അത്രയും മനോഹരമായൊരു ടെമ്പിളായിരുന്നു. ഈ ടെമ്പിളിൻ്റെ താഴെ ഇതുപോലെ ഇങ്ങനെ പൂന്തോട്ടം എല്ലാം നല്ല ഗാർഡനെല്ലാം നല്ല രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ എല്ലാം പോയി അതെല്ലാം കണ്ടു. അതിനുശേഷം നമ്മൾ പോയത് ഈ ടെമ്പിളിൻ്റെ പുറകുവശത്ത് കുളവും അങ്ങനെ പാറയും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളായിരുന്നു. പിന്നെ അതിനുശേഷം നമുക്ക് ഇവിടെ അമ്പലത്തിൽ അന്നദാനം ഉണ്ടായിരുന്നു. നമ്മൾ പോയി അന്നദാനം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കേർഡ് റൈസും തൈര് സാദവും സാദാ ചോറും പരിപ്പ് കറിയും നല്ല ടേസ്റ്റായിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു. ഇവിടെ വന്നിട്ട് ഇത്രയും ടേസ്റ്റുള്ള ഫുഡ് ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ കഴിക്കുന്നത്. അതിനുശേഷം നമ്മൾ നന്ദിയുടെ ഒരു ശിവൻ്റെ നന്ദിയില്ലേ, അത് വലിയൊരു പ്രതിമയുണ്ടായിരുന്നു. ആ പ്രതിമ ഞങ്ങൾ കണ്ടു, അവിടെ പോയി കണ്ടു. അത് നല്ലൊരു പ്രതിമയായിരുന്നു, നല്ല രസമായിരുന്നു അതും. പിന്നെ അതിനുശേഷം ഈ കാണുന്ന ഇത് കണ്ടു, ഇതാണ് ജടായു. നമ്മുടെ കൊല്ലത്തുണ്ടല്ലോ ജടായുപ്പാറ, അതുപോലെ തന്നെ ഈ ജടായുവിൻ്റെ ഒരു സ്ഥലമാണിത് കേട്ടോ. ഇവിടെ നമുക്ക് കയറിപ്പോയി കഴിയുമ്പം നമ്മൾ രാമൻ്റെ കാൽപാദമൊക്കെ കാണാൻ പറ്റും. ഇവിടെയും ഇതിൻ്റെ മുകളിൽ നമുക്ക് കയറാം. പക്ഷേ ഈ ജടായുവിൻ്റെ മുകളിൽ കയറണമെങ്കിൽ കളക്ടറുടെ പ്രത്യേക പെർമിഷൻ വേണം. പക്ഷേ അതിൻ്റെ തൊട്ടിപ്പുറത്ത് നമുക്ക് കയറാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ആ നല്ല ഉയരത്തി കയറി ഈ ജടായുവിനെ കണ്ടു കേട്ടോ. ഇതിൻ്റെ മുകളിൽ കയറുന്നതും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് കേട്ടോ. നല്ല ഭംഗിയാണ്, നല്ല കാറ്റ്. ആ സ്ഥലം ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ മുകളിൽ കയറിയുന്ന നല്ലൊരു സ്ഥലമാണ്, നല്ലൊരു എക്സ്പീരിയൻസാണ്. ഇതാണ് കേട്ടോ രാമൻ്റെ കാൽപാദം. ഇത് രാമൻ്റെ കാൽപാദമാണെന്നൊക്കെ ഞങ്ങൾ സംശയത്തോടെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് രാമൻ്റെ കാൽപാദം. നമ്മൾ ജടായുപ്പാറയിൽ പോകുമ്പോഴും ഇത് കാണാം. നമ്മൾ ജടായുപ്പാറയിൽ കയറുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെയും കേട്ടോ. അതിനുശേഷം നമ്മളിതെല്ലാം കഴിഞ്ഞു. നമ്മളൊരു കടയിൽ കയറി ബിരിയാണിയൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഇത് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ എല്ലാം വെള്ളമാണ്. ഇത് ചിറ പോലെ എന്തോ സംഭവം, എനിക്കറിയത്തില്ല എന്തോന്ന്. അവിടെ എല്ലാം മരം നിൽപ്പുണ്ട് അതിനകത്ത്. പിന്നെ അതേപോലെ താമരക്കുളം ഉണ്ടായിരുന്നു, ഫുള്ള് താമരയാണ്. അവിടുന്ന് അവിടെ വരെയും താമരയാണ്. അത്രയും മനോഹരമായ ഒരു ദിവസമായിരുന്നു ഇത്. ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഈ ഒരു ദിവസം മറക്കാൻ പറ്റത്തില്ല. അത്രയും അടിപൊളി പ്ലേസാണ്. നിങ്ങളൊക്കെ പറ്റുവാണെങ്കിൽ ഒന്ന് കാണുക കേട്ടോ. താങ്ക് യു.